إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച അവന്റെ സൃഷ്ടികളിൽ അല്ലാഹു ആദരിച്ച വിഭാഗമാണ് മനുഷ്യൻ എന്ന് പറയും. ഈ ആദരിക്കപ്പെട്ട അല്ലെങ്കിൽ ആദരിക്കപ്പെടേണ്ടുന്ന അല്ലാഹുവിന്റെ സൃഷ്ടിയായ മനുഷ്യനുമായി ബന്ധപ്പെട്ട് ഇസ്ലാം നൽകുന്ന ചില സംരക്ഷണങ്ങളുണ്ട്. 5 കാര്യങ്ങൾ. അതിൽപ്പെട്ട ഒന്നാണ് മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കുക എന്ന് പറയുന്നത്. ന്യായമല്ലാത്ത കാരണങ്ങളാൽ ഒരാൾ മറ്റൊരാളുടെ ജീവിതം അല്ലെങ്കിൽ ജീവൻ അപകടപ്പെടുത്തിയാൽ, അതായത് വധിച്ചാൽ, അത് ദുനിയാവിലും ആഖിറത്തിലും ഗൗരവമേറിയ ശിക്ഷ കിട്ടുന്ന വിഷയമാണ് എന്നത്, അതേപോലെ മനുഷ്യനെ നശിപ്പിച്ചു കളയുന്ന മൂബിഖാത്ത് അല്ലെങ്കിൽ മുഹ്ലിക്കാത്ത് എന്നൊക്കെ ഹദീസുകളിൽ പറഞ്ഞിട്ടുള്ള ഗുരുതരമായ തിന്മകളിൽ രണ്ടാമത്തെ കാര്യമായി ശിർക്ക് കഴിഞ്ഞാൽ കടുത്ത പാപമായി എണ്ണപ്പെട്ടിട്ടുള്ള ഒരു വിഷയം കൂടിയാണ് മനുഷ്യനെ വധിക്കുക എന്ന് പറയുന്നത്. ഇത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളിൽ ഒരുത്തൻ മറ്റൊരുത്തനെ വധിച്ചത് മുതൽ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന, ഇനിയും തുടരാകുന്ന, ലോകാവസാനമാകുമ്പോൾ വ്യാപകമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളതുമായ ഒരു കാര്യമാണ്. എന്തിന് കൊന്നു എന്ന് കൊന്നവനോ എന്തിന് കൊല്ലപ്പെട്ടുവെന്ന് കൊല്ലപ്പെട്ടവനോ അറിയാത്ത തരത്തിൽ ലോകത്ത് കൊലപാതകങ്ങൾ വ്യാപിക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിപ്പ് നൽകിയത് കാണാം. കൊലയെയോ കൊലയുടെ ദൂഷ്യവശങ്ങളെയോ അതുകൊണ്ടുണ്ടാകുന്ന ശിക്ഷയെ കുറിച്ച് വിശദീകരിക്കാനല്ല ഇത്രയും ഞാൻ പറഞ്ഞത്. മനുഷ്യന്റെ ജീവന് ഇസ്ലാം നൽകിയ സ്ഥാനവും അതുപോലെ തന്നെ അതിന്റെ കൊല്ലുന്നതിന്റെ ഗൗരവവും വളരെ ചുരുക്കി സൂചിപ്പിച്ചു എന്ന് മാത്രം. വിശുദ്ധ ഖുർആൻ ബനീ ഇസ്രായേലിലുള്ള സംഭവങ്ങളെ വിശദീകരിച്ചുകൊണ്ട് അവർ മുന്നേ ചെയ്ത ചില തിന്മകൾ കാരണത്താൽ അവരിൽ നാം കൊല എന്ന കാര്യം നിഷിദ്ധമാക്കി, കൊന്നവന് അതുപോലെ മുറിവേൽപ്പിച്ചവന് ശരീരത്തിലെ അവയവങ്ങൾക്ക് നാശം വരുത്തിയവന് അതേ രീതിയിൽ തിരിച്ചു പ്രതിഫലം കൊടുക്കണം എന്ന പ്രതിക്രിയ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കി എന്ന് സൂറത്തുൽ ബഖറയിലെ 178-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം. ഈ ആയത്ത് തുടങ്ങുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല, ഈ സത്യവിശ്വാസികളെ നിങ്ങൾക്കുമേൽ കൊല്ലപ്പെട്ടവരുടെ കാര്യത്തിൽ പ്രതിക്രിയ ചെയ്യുക എന്നത് വിധിക്കപ്പെട്ടിരിക്കുന്നു, നിയമമാക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ കൊന്നവനെ കൊല്ലുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ, നിശ്ചയിച്ച, കൽപ്പിച്ച, രേഖപ്പെടുത്തിയ ഒരു കാര്യമാണ്. നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഖുർആൻ ഉപയോഗിച്ച വാക്ക് കുതിബ എന്ന വാക്കാണ്. രേഖപ്പെടുത്തപ്പെട്ടു, വിധിക്കപ്പെട്ടു. അതേ പ്രയോഗമാണ് ഇവിടെയും. കുതിബ അലൈക്കുമുൽ ഖിസാസ്, കൊന്നവനെ കൊല്ലുക എന്നത് നിങ്ങൾക്കുമേൽ നിയമമായി നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ കൊന്നവനെ കൊലക്കുറ്റം തെളിയിക്കപ്പെടുകയും കോടതിയിലെത്തുകയും ചെയ്താൽ കൊന്നവനെ കൊല്ലണം എന്നത് നിർബന്ധമായി നടപ്പിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിട്ടുള്ളത്. കൊന്നവനെ കൊല്ലുക എന്നത് പഴഞ്ചനാണ്, ക്രൂരതയാണ്, മനുഷ്യത്വമില്ലായ്മയാണ്, പ്രാകൃതമാണ്, നന്മയില്ലായ്മയാണ് എന്നൊക്കെ പറയുകയും എഴുതുകയും ചെയ്യുന്ന ബുദ്ധിജീവികളെന്ന് ആരോ അബദ്ധവശാൽ വിശേഷിപ്പിക്കപ്പെടുന്ന, അതുപോലെ തന്നെ ചില സാംസ്കാരിക നായകന്മാരെന്ന് അവകാശപ്പെടുന്നവരും ചില മീഡിയകളുമൊക്കെ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്നതും, ചില ഫോട്ടോകളും വീഡിയോകളും വെച്ച് അറബ് നാടുകളിൽ നടക്കുന്ന ക്രൂരത കണ്ടോ കൊലയാളിയെ ഇങ്ങനെയാണ് കൊല്ലുന്നത്, ഒരൊറ്റ വെട്ടിന് തല വേറെയും ഉടൽ വേറെയുമായി വേറിട്ട് വീഴുന്നത്, ഇതൊക്കെ കാണിച്ചുകൊണ്ട് ക്രൂരതയാണ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ ന്യായമായി കൊല്ലുകയാണെങ്കിൽ ആ ന്യായം എന്താണെന്നുള്ളത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്ത നിലക്ക് കൊല്ലുകയാണെങ്കിൽ അത് ക്രൂരതയല്ലേ? ഈ ക്രൂരത ചെയ്തുകൊണ്ടിരിക്കുന്നവനോട് അവനെ കൊല്ലാതെ അവനോട് കാരുണ്യം കാണിച്ച് വെറുതെ വിടുകയാണോ ചെയ്യേണ്ടത്? അതാണോ കാരുണ്യം? ഖുർആൻ പറഞ്ഞു ഒരിക്കലും അതല്ല. ഈ ആയത്ത് അവസാനിപ്പിക്കുന്ന 179-ാമത്തെ വചനം തൊട്ടടുത്ത ആയത്ത് വലക്കും ഫിൽ ഖിസാസി ഹയാത്ത്, പ്രതികാരം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ജീവനുണ്ട്. യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ, ലഅല്ലക്കും തത്തഖൂൻ. എന്തിനാണ് ഈ പ്രതിക്രിയ എന്ന് പറയുന്ന ശിക്ഷ? പരലോകത്തുള്ള ശിക്ഷ വേറെ, ദുനിയാവിൽ കൊന്നവനെ കൊല്ലുക
മുറിവേൽപ്പിച്ചവനെ മുറിവേൽപ്പിക്കുക, പല്ലടിച്ചു കുഴിച്ചവന്റെ പല്ലടിച്ചു കുഴിക്കുക, കണ്ണ് തകർത്തവന്റെ കണ്ണ് തകർക്കുക, മൂക്ക് മുറിച്ചവനെ മൂക്ക് മുറിക്കുക, ചെവി പരിക്കേൽപ്പിച്ചവനെ ചെവിക്ക് പരിക്കേൽപ്പിക്കുക, മുറിവേൽപ്പിച്ചവനെ മുറിവേൽപ്പിക്കുക. അടിമക്ക് പകരം അടിമ, സ്വതന്ത്രന് പകരം സ്വതന്ത്രൻ. ഇതൊക്കെ ഖുർആനിലെ ആയത്ത് പറഞ്ഞിട്ടുള്ളതാണ്. എങ്ങനെയാണോ അതേ രീതിയിൽ അങ്ങോട്ട് പ്രതികാരം ചെയ്യണം, പ്രതിക്രിയ നടപ്പിലാക്കണം. എന്നിട്ടാണ് അവസാനം ഖുർആൻ പറയുന്നത്, പ്രതിക്രിയയിൽ നിങ്ങൾക്ക് ജീവനുണ്ട്, ബുദ്ധിയുള്ളവരെ ആലോചിക്കുക. അപ്പൊ കൊന്നവനെ കൊല്ലാതെ കൊലയാളിയെ വീണ്ടും ഇവിടെ വിളയാടാൻ വിട്ടാൽ അവൻ വീണ്ടും കൊലപാതകം ആവർത്തിക്കും. നിരപരാധികളും കൊല്ലപ്പെടാൻ അർഹരുമല്ലാത്ത ആളുകൾ പിന്നെയും കൊല്ലപ്പെടും. അങ്ങനെ കൊലക്കുറ്റം വർദ്ധിച്ച് കൊല ചെയ്യുന്നവൻ കൊലയാളിയായി തന്നെ ലോകത്ത് നിലനിന്ന് നിരപരാധികളായ കുറേ പേരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനേക്കാൾ ജീവൻ നിങ്ങൾക്ക് ലഭിക്കുക, നിങ്ങളുടെ ജീവൻ നിലനിൽക്കുക, നിങ്ങളുടെ ജീവൻ നശിപ്പിക്കപ്പെടാതിരിക്കാൻ, അതിനാണ് പ്രതിക്രിയ. കൊന്നവനെ കൊന്നാൽ അവനേതായാലും കൊന്നവനെ കൊന്നു, അവന്റെ ജീവൻ പോയി. പക്ഷേ അതിൽ മറ്റുള്ളവർക്ക് ജീവിക്കാനുള്ള അവസരം ലഭിക്കുന്നു എന്നതാണ്. ഈ ശിക്ഷ കാണുമ്പോൾ ഇത് നടപ്പിലാക്കപ്പെടുമെന്ന് കണ്ടാൽ മറ്റുള്ള ആളുകൾ കൊല്ലാൻ തയ്യാറാവുകയില്ല. നമ്മുടെ നാട്ടിൽ കൊലപാതകങ്ങൾ നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പറയേണ്ട കാര്യമല്ല, നമുക്കൊക്കെ അറിയാവുന്ന, കാണുന്ന, കേൾക്കുന്ന കാര്യങ്ങളാണ്. എമ്പാടും കൊലപാതകങ്ങൾ. നബി പറഞ്ഞതുപോലെ എന്തിനു കൊന്നു എന്ന് കൊട്ടേഷൻ സംഘത്തിനോ എന്തിനു കൊല്ലപ്പെട്ടു എന്ന് കൊല്ലപ്പെട്ടവനോ അറിയാത്ത തരത്തിൽ കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ പ്രാകൃതമെന്നും സംസ്കാരമില്ലാത്തതെന്നുമൊക്കെ ആളുകൾ അധിക്ഷേപിക്കുന്ന, പരിഹസിക്കുന്ന കൊന്നവനെ കൊല്ലുക എന്ന വിധി നടപ്പിലാക്കപ്പെടുന്ന ഇസ്ലാമിക രാജ്യങ്ങളിൽ കൊലക്കുറ്റമെന്ന് മാത്രമല്ല, ഇതുപോലെ ഇസ്ലാം ശിക്ഷാ നടപടികൾ നടപ്പിലാക്കുന്ന രാജ്യങ്ങളിൽ കൊലപാതകമടക്കമുള്ള കുറ്റകൃത്യങ്ങൾ വളരെ 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 കുറവാകുന്നു എന്നത് ലോകരാജ്യങ്ങളിൽ നടക്കുന്ന കൊലപാതകത്തിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ഖുർആൻ പറഞ്ഞത്, പ്രതിക്രിയ നടപ്പിലാക്കിയാൽ ഹയാത്തുൻ, അതിലൊരു ജീവിതമുണ്ട്. ഇല്ലെങ്കിലോ കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇനിയും ആളുകൾക്ക് മരിക്കേണ്ടി വരും മറ്റൊരുത്തന്റെ കയ്യാൽ. ആളുകൾക്ക് സ്വസ്ഥമായി സ്വൈര്യമായി ജീവിക്കാൻ കൊന്നവനെ കൊല്ലുക എന്ന നിയമം നടപ്പിലാക്കണം, നിർബന്ധമാകുന്നു. എങ്കിൽ ബുദ്ധിയുള്ളവൻ ചെയ്യേണ്ടത് അതാണ്. ഇവനാണ് ഇത് നടപ്പിലാക്കുന്നവനാണ് സാംസ്കാരിക സമ്പന്നൻ, അവനാണ് കാലോചിതമായി ജീവിക്കുന്നവൻ, പ്രാകൃതനല്ല. ഈ നിയമം വേണ്ടെന്ന് പറയുന്നവൻ, അതിനെ വിമർശിക്കുന്നവൻ, അതൊരു കുറ്റകരമായ നിലപാടായി കാണുന്നവൻ, അവൻ ബുദ്ധിയില്ലാത്തവനാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ആയത്ത് അവസാനിപ്പിക്കുന്നതോ, എന്തിനാണ് പ്രതിക്രിയ? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കാൻ. എന്താ സൂക്ഷ്മത? അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ആദരണീയ സൃഷ്ടിയായ മനുഷ്യന് തിന്മയിൽ നിന്ന് തടയുക, മനുഷ്യനെ കൊല്ലുക എന്ന തിന്മയെ നിങ്ങൾ സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രതിക്രിയ നടപ്പിലാക്കിയത്. അപ്പൊ എന്താ ഈ തഖ്വ? എന്താ? തിന്മയെ തടുക്കുക, ജീവനെ സംരക്ഷിക്കുക എന്ന ഒരു സംരക്ഷണവും തിന്മയെ തടുക്കുക എന്ന പ്രതിരോധവും ആ തഖ്വ ഉണ്ടാകാൻ വേണ്ടിയാകുന്നു കൊന്നവനെ കൊല്ലുക എന്ന് കൽപ്പിച്ചത്. നിങ്ങൾക്ക് ജീവൻ അതിലൂടെ ലഭിക്കുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് തൊട്ടടുത്ത വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തി. അപ്പൊ അത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. കൊന്നവനെ കൊല്ലുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച, നിയമമാക്കിയ ഒരു കുറ്റമാണ്. ഇനി ശിക്ഷാവിധി നടപ്പിലാക്കേണ്ടതുണ്ടോ? അതല്ല, നടപ്പിലാക്കാതിരിക്കുന്നതിലാണോ കാരുണ്യം? അതിലാണോ നന്മ? അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിയമമാകുന്ന തിന്മ ചെയ്തവനെ ശിക്ഷിക്കുക എന്ന് പറയുന്ന നിയമം അതിൽ വല്ല ഇളവും ആനുകൂല്യവും കാരുണ്യവും വിനയവും കാണിക്കേണ്ടതുണ്ടോ? അത് വിശ്വാസത്തിന്റെ ഭാഗമാണോ അല്ല വിശ്വാസത്തിനെതിരാണോ? സൂറത്തുൻ നൂറിലെ 2-ാമത്തെ വചനത്തിൽ കാണാം, വ്യഭിചരിച്ചവരെയും വ്യഭിചരിച്ചവളെയും നിങ്ങൾ 100 അടി അടിക്കുക, ഓരോരുത്തരെയും കുല്ലവാഹിദിൻ മിൻഹുമാ, ഓരോരുത്തർക്കും 100 വെച്ചടിക്കണം. ഇത് വിവാഹിതരല്ലാത്ത ആളുകൾ വ്യഭിചരിച്ചാലുള്ള ശിക്ഷയാണ്. വ്യഭിചരിച്ചവരാണെങ്കിൽ അവരെ എറിഞ്ഞു കൊല്ലണം, വെടിവെച്ചു കൊല്ലാനല്ല, വെട്ടിക്കൊല്ലാനല്ല, എറിഞ്ഞു കൊല്ലാനാണ് ഇസ്ലാമിന്റെ കൽപ്പന. അതെന്തിനാ? അതും പ്രാകൃതമല്ല, അത് ചെയ്ത തിന്മക്ക് തുല്യമായ ശിക്ഷയാണ്. വ്യഭിചരിച്ചവന്റെ ശരീരം മുഴുവൻ അവൻ സുഖം ആസ്വദിക്കുന്നു, അന്യായമായ രീതിയിൽ, പവിത്രമല്ലാത്ത മാർഗത്തിൽ, വിവാഹബന്ധത്തിലൂടെ അല്ലാതെ അന്യായമായ രീതിയിൽ ശരീരം മുഴുവൻ അനുഭവിച്ച സുഖത്തിന് ശരീരം മുഴുവൻ വേദനിക്കുന്ന ശിക്ഷ, അതിനാണ് എറിഞ്ഞു കൊല്ലാൻ കൽപ്പിച്ചത്. വെടിയാണെങ്കിൽ ഒരൊറ്റ വെടിക്ക് ആ നിമിഷത്തിൽ മരിച്ചു വീഴും. കഴുത്തിന് വെട്ടിയാൽ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ജീവൻ പോകും. തലയും ഉടലും വേർപെടുന്നതോടുകൂടി വേദന അറിയുന്നില്ല, രക്തം ചീറ്റി പുറത്തേക്ക് പോകുന്നു, അതേ സെക്കൻഡിൽ അവന്റേത് അവസാനിക്കുന്നു. എന്നാൽ ഏറുകൊണ്ടാൽ ഏറുകൊണ്ടുകൊണ്ട് അവൻ മരിക്കുന്നത് വരെ എറിയണം, അതുവരെ, ജീവൻ പോകുന്നത് വരെ, ശരീരം മുഴുവൻ അവൻ സുഖം ആസ്വദിച്ചതുപോലെ ദുനിയാവിൽ വെച്ചതിന്റെ ശിക്ഷയും അവൻ ആസ്വദിക്കണം. അത് കാണുന്ന ആളുകൾ ഇനി വ്യഭിചാരത്തിന് വരരുത്. ഈ ആയത്തിന്റെ അവസാനത്തിൽ എന്താ പറയുന്നത്? ഈ ശിക്ഷ ജയിലിന്റെ ഉള്ളിൽ നടപ്പിലാക്കിയാൽ പോരാ, കോടതി മുറിയിൽ നടപ്പിലാക്കിയാൽ
പോരാ, പൊതുസ്ഥലത്ത് നടപ്പിലാക്കണം. എന്നിട്ട് സത്യവിശ്വാസികളിൽപ്പെട്ട ഒരു സംഘം ആളുകൾ ഈ വ്യഭിചാരിയെയും വ്യഭിചാരിണിയെയും എറിഞ്ഞുകൊല്ലുന്നതിന് സാക്ഷികളാകട്ടെ. ആരും കാണാതെ തൂക്കിക്കൊല്ലാനല്ല, പൊതുസ്ഥലത്ത് വെച്ച് തൂക്കിക്കൊല്ലണം. അല്ലെങ്കിൽ ആളുകൾ കാണുന്നിടത്ത്. എന്തിനാണത്? നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കതിൽ ഗുണമുണ്ട്. ഈ കാണുന്ന ആളുകൾ ഞാൻ വ്യഭിചരിച്ചാൽ എന്റെയും സ്ഥിതി ഇത് തന്നെയായിരിക്കും. അത് ഏറെ എറിഞ്ഞുകൊല്ലലാണെങ്കിലും അടിയാണെങ്കിലും ശരി, എനിക്കും ഈ ശിക്ഷ കിട്ടും ഞാൻ തിന്മ ചെയ്താൽ. അപ്പൊ ലാലക്കും തത്തക്കൂൻ, സൂക്ഷ്മതയുള്ളവരായി മാറാൻ ഇത് കാണുന്നവർക്ക് സാധിക്കും. പണ്ടൊക്കെ അത് കാണുന്നവനെ കാണുന്നുള്ളൂ. ഇന്നത് വീഡിയോ ആക്കി വിട്ടാലോ പലരും കാണും, പലരും അറിയും, എല്ലാവർക്കും മനസ്സിലാവും. തിന്മ ചെയ്താലുള്ള ദുനിയാവിലെ ശിക്ഷ ഇതാണ്. പരലോകത്തോ അതിലേറെ വലുത്. ഖുർആനും ഹദീസും അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യം പറയുന്നിടത്ത് അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം അള്ളാഹു പറയുന്നു, 100 അടി അടിക്കണം. വലാ തഖുദുകും ബിഹിമാ റഅഫത്തും ഫീ ദീനില്ലാഹി ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അള്ളാഹുവിലും പരലോകത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ അള്ളാഹുവിന്റെ ദീനിൽ ഈ രണ്ടുപേരെയും ശിക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു വാത്സല്യവും ഒരു അലിവും ഒരു കരുണയും നിങ്ങളെ പിടികൂടാൻ പാടില്ല. എങ്ങനെയാണ് പച്ച മനുഷ്യനെ 100 അടി അടിക്കുക? അടിയുടെ വിഷയത്തിലാണ് ഈ പറഞ്ഞത്. അപ്പൊ പിന്നെ എറിഞ്ഞുള്ള പറയേണ്ടിയില്ല. പച്ച ചോരയുള്ള ജീവനുള്ള മനുഷ്യനെ 100 അടി ആണിനെയും പെണ്ണിനെയും അടിക്കുന്നു. തൊലി പൊട്ടാം, രക്തം വരാം, മാംസം ചിന്നിച്ചിതറാം, അവൻ നിലവിളിക്കാം, ആർത്തുകരയാം, കോലാഹലമുണ്ടാക്കാം, ഓടിപ്പോകാൻ ശ്രമിക്കാം. ഇതൊക്കെ നടക്കും. അവിടെ എങ്ങനെ എറിയും? ഇതൊന്നും എറിയാതിരുന്നാൽ അതല്ല നല്ലത്, അതല്ലേ സംസ്കാരം, അതല്ലേ കാലത്തിനൊത്തത് എന്നാർക്കും തോന്നേണ്ടതില്ല. അള്ളാഹുവിന്റെ ദീനാണിത്, അള്ളാഹുവിന്റെ നിയമമാണിത്. ആ നിയമം നടപ്പിലാക്കുന്നതിൽ നിങ്ങൾക്ക് യാതൊരു കാരുണ്യവും നിങ്ങളെ ബാധിക്കരുത്. ഒരു കാരുണ്യയിലും വേണ്ട. അള്ളാഹുവിന്റെ ഹുക്മാണ്, അള്ളാഹുവിന്റെ വിധിയാണ്. അതങ്ങനെ തന്നെ നടപ്പിലാക്കണം. എന്നിട്ട് അള്ളാഹു ഈ വിഷയത്തെ ബന്ധിപ്പിച്ചത് എന്തുമായിട്ടാ? ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നിങ്ങൾ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ ദയാദാക്ഷിണ്യമില്ലാതെ ആ ആളുകളെ അള്ളാഹു പറഞ്ഞ ശിക്ഷ അവർക്ക് കൊടുക്കുക തന്നെ വേണം. ഇനി അതിൽ നിങ്ങൾ ഇളവ് വരുത്തിയാലോ, കോടതിയിലെത്തിയ തീരുമാനിച്ചു കഴിഞ്ഞ ഒരു വിഷയത്തിൽ ചെയ്യേണ്ടതില്ലെന്ന് തീരുമാനിച്ചാലോ, അതിൽ അലിവ് കാണിച്ചാലോ, എണ്ണം കുറച്ചാലോ നിങ്ങൾ പൂർണ്ണമായി അള്ളാഹുവിലോ പരലോകത്തിലോ വിശ്വസിച്ചവരല്ല. അപ്പൊ യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അള്ള പഠിപ്പിച്ച നിയമം ജനങ്ങൾ കാണെ നടപ്പിലാക്കണം. അതിലാണ് ജനങ്ങൾക്ക് രക്ഷ, ജീവൻ കിട്ടുന്നത്. ആളുകൾ മാനഭംഗപ്പെടുത്തപ്പെടാതിരിക്കാൻ എന്റെയും നിങ്ങളുടെയും മനുഷ്യരുടെയും ഭാര്യമാരും ഉമ്മമാരും പെങ്ങന്മാരും മക്കളും ബന്ധുക്കളുമായ ആളുകൾ പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ നല്ലത് ഈ ശിക്ഷ നടപ്പിലാക്കലാണ്. അതാണ് കാരുണ്യം. ഇനി ഇപ്പറഞ്ഞതിന് ഇന്നിപ്പോ നടക്കുന്ന കോലാഹലങ്ങൾ, ഈ കഴിഞ്ഞ ആഴ്ചയിൽ നടത്തിയിട്ടുള്ള കോലാഹലങ്ങൾ, യമനിൽ വെച്ച് ഒരു യമൻ സ്വദേശിയെ വെട്ടിനുറുക്കി 110 പീസാക്കി എന്നാണ് പറയപ്പെടുന്നത്. 110 പീസാക്കി വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ച് കൊലക്കുറ്റം നടത്തിയ ഒരു പെണ്ണിനെ അവിടുത്തെ കോടതി കൊല്ലാൻ വേണ്ടി വിധിച്ചു. ആ വിധിക്ക് ശേഷം ഈ കൊലയാളിയായ പെണ്ണിനെ രക്ഷപ്പെടുത്താനുള്ള ചില വഴികളുമായി ചില ആളുകൾ അതിന്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് മുസ്ലിങ്ങളും അല്ലാത്തവരും ഒക്കെ രംഗത്ത് വരും. ഇന്ത്യയിലെ 140 കോടി മനുഷ്യർ ഒരുപോലെ നോക്കിയ ഒരു വ്യക്തി എന്നാണ് ഒരു വീഡിയോയുടെ തലക്കെട്ട്. എന്നിട്ട് അയാളെ കൈമുത്തുന്നതും അയാൾ വേറൊരുത്തരാളെ കൈമുത്തുന്നതും ആയ വീഡിയോകളും മറ്റൊരുപാട് കാര്യങ്ങളും അതിന്റെ കൂടെ ഇയാൾക്കല്ലെങ്കിൽ മറ്റേ ആർക്കാണ് സിന്ദാബാദ് വിളിക്കേണ്ടത്, ജയ് വിളിക്കേണ്ടത് എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ട് വേറെ ചില മുദ്രാവാക്യങ്ങൾ, ഇങ്ങനെ പലതും. 140 കോടി മനുഷ്യർ ഒരാളിലേക്ക് കേന്ദ്രീകരിച്ചു. ആ കേന്ദ്രീകരിക്കപ്പെട്ട ആളാരാ? ഒരു മുസ്ലിയാർ. ആ മുസ്ലിയാർ ഈ കൊലപ്പുള്ളിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ചർച്ചകൾ നടത്തി. അപ്പോ ഇന്ത്യൻ ഭരണകൂടത്തിനോ അതുപോലെ തന്നെ കോൺസുലേറ്റിനോ എംബസിക്കോ ഒന്നും കഴിയാത്ത ഒരു കാര്യം സാധിച്ചു കൊടുത്ത മഹാൻ. എന്നിട്ടെന്താ? നന്മയുടെ മരം. ഇങ്ങനെ ശ്രമിക്കുന്ന ആളുകൾ നന്മയുടെ മരങ്ങളാണോ? അതല്ല അല്ലാഹുവിന്റെ വിധിക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളാണോ? വിശ്വാസം പൂർണ്ണമായവരാണോ? അല്ല വിശ്വാസത്തിൽ കുറവ് വന്നവരാണോ? ആയത്ത് തന്നെ വ്യക്തമാക്കുന്നു. ഇത് എന്റെ വ്യാഖ്യാനമല്ല. ഇപ്പറയുന്ന ആളുകളും ഇത് കൊട്ടിഘോഷിച്ച് വീഡിയോ ഇറക്കുന്ന ആളുകളൊക്കെ അംഗീകരിക്കുന്ന ഒരുപാട് തഫ്സീറുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം. തഫ്സീർ ത്വബരി, ഖുർആൻ വ്യാഖ്യാതാക്കളിൽ പ്രമുഖനായ അഗ്രേസരനായ എല്ലാവരും അംഗീകരിക്കുന്ന മഹാനായ ഖുർആൻ വ്യാഖ്യാതാവ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിധിയുടെ കാര്യത്തിലാണ്. ഏതാ വിധി? വ്യഭിചരിച്ചവനെ എറിഞ്ഞുകൊല്ലണം എന്നതുപോലുള്ള നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഇഖാമത്തുൽ ഹുദൂദി ഇദാ വഹിയ റിഖത്തുർ റഹ്മ ഫീ ദീനില്ലാഹ്.
എന്താ ദീനുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിൽ നിങ്ങൾക്ക് അതിൽ അലിവ് തോന്നരുത്. എന്താ ദീൻ? യഅനി ഫീ തഅത്തില്ലാഹി ഫീമാ അമറകും ബിഹി മിൻ ഇഖാമത്തിൽ ഹദ്ദി അലൈഹി മാ അലാ മാ അൽസമകും ബിഹി. വ്യഭിചരിച്ചവനോടും വ്യഭിചരിച്ച പെണ്ണിനോടും നിർബന്ധമായി നടപ്പിലാക്കണമെന്ന് അള്ളാഹു വിധിച്ചിട്ടുള്ള ശിക്ഷാ നടപടി നടപ്പിലാക്കി അള്ളാഹുവിന്റെ കൽപ്പനയെ അനുസരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വേറെ ഒരു മാനസികമായ അലിവും തോന്നേണ്ടതില്ല, ഒരലിവും തോന്നണ്ട. അതാണ് ആ നൂറടിയടിക്കുക എന്ന നിയമത്തിൽ ഒരു അലിവും അതിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നതിലാണ് മുൻഗണന. കിട്ടുന്നവന്റെ വേദനയല്ല, അതല്ല നിങ്ങൾ പരിഗണിക്കേണ്ടത്. അള്ളാഹുവിന്റെ നിയമം നടപ്പിലാക്കണം. അപ്പൊ എന്താ? ശിക്ഷ നടപ്പിലാക്കലാണോ വിശ്വാസം? ശിക്ഷ ഒഴിവാക്കലാണോ വിശ്വാസം? ഏതാണ് പൂർണ്ണത? ഏതാണ് അള്ളാഹുവിന്റെ മതത്തിന് അനുകൂലിക്കൽ? ഇനി ഇബ്നു കസീറിന്റെ തഫ്സീർ എല്ലാവരും അംഗീകരിക്കുന്നതാണ്. അതിലും ഇതേ കാര്യം കാണാൻ സാധിക്കും. ശിക്ഷ നടപ്പിലാക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് കാരുണ്യം ഉണ്ടാകാൻ പാടില്ല. ഇമാം മുജാഹിദ് താബിഈകളിൽ പ്രമുഖനായ പണ്ഡിതനാണ്. ആ ഇമാം മുജാഹിദ് പറഞ്ഞ വാചകം ഇബ്നു കസീർ ഉദ്ധരിക്കുകയാണ്. ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതാ റുഫിഅത് ഇല സുൽത്താൻ, ഭരണാധികാരിയിലേക്ക് കേസ് ഉയർത്തപ്പെട്ടാൽ, എന്താണ് കേസ് കൊടുത്തു എങ്കിൽ പിന്നെ കേസ് കോടതിയിലെത്തിയ വിധിക്കണമെന്നില്ല. ഭരണാധികാരിയുടെയോ ഭരണാധികാരി നിശ്ചയിച്ച കോടതിയുടെയോ സമീപം ഒരു കേസ് എത്തിക്കഴിഞ്ഞാൽ വിധിച്ചാലും വിധിച്ചില്ലെങ്കിലും ശരി, വിധിച്ചാൽ വിധിച്ച ശിക്ഷ, വിധിച്ചില്ലെങ്കിൽ വിധിക്കാൻ പോകുന്ന ശിക്ഷ ഇളവ് വരുത്താൻ വേണ്ടി അതിൽ നിങ്ങൾ യാതൊരു കാരുണ്യവും കാണിക്കേണ്ടതില്ല. ഫതുഖാമു വലാ തുഅത്തൽ, ആ കോടതി വിധിച്ച വിധി എന്താണോ ആ വിധി നടപ്പിലാക്കപ്പെടണം. വലാ തുഅത്തൽ, കോടതിയുടെ വിധി നടപ്പിലാക്കാതെ ഒഴിവാക്കപ്പെടരുത്. ഇത് ഇമാം മുജാഹിദിന്റെ മാത്രം അഭിപ്രായമല്ല. സയ്യിദ് ഇബ്നു ജുബൈർ, അതാ ഇബ്നു അബി റബാഹ് തുടങ്ങിയ താബിഈ പണ്ഡിതന്മാരും ഈ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഇബ്നു കസീർ പറയുകയും അബൂദാവൂദ് നസായി ഉദ്ധരിച്ച ഒരു ഹദീസ് അതിന് തെളിവായി കൊടുക്കുകയും ചെയ്യുന്നു. നോക്കൂ, ഇപ്പറയുന്ന തഫ്സീർ വായിക്കുകയും ഓതുകയും ചെയ്യുന്ന ആളുകളാണ് നന്മയുടെ വ്യാജ മരങ്ങൾ സൃഷ്ടിച്ച് അതിനുവേണ്ടി വീഡിയോ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. തഫ്സീറുൽ ജലാലൈനി, രണ്ട് ജലാലുദ്ദീനുമാർ എഴുതിയ തഫ്സീറാണ്. പള്ളി ദർസുകളിൽ, കേരളത്തിലെ എല്ലാ ദർസുകളിലും പഠിപ്പിക്കുന്ന ഖുർആന്റെ തഫ്സീറാണ്. അതിൽ പറഞ്ഞെന്താ? നിങ്ങൾക്ക് കാരുണ്യം, അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ നിങ്ങളെ കാരുണ്യം പിടികൂടാൻ പാടില്ല. വ്യഭിചാരികളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഐ ഹുക്മിഹി, അല്ലാഹുവിന്റെ വിധി നടപ്പിലാക്കുന്നതിൽ ബി അൻ തത്റുകൂ ശൈഅൻ മിൻ ഹദ്ദിഹിമാ, വ്യഭിചാരിക്കും വ്യഭിചാരിണിക്കും അല്ലാഹു നിശ്ചയിച്ച ശിക്ഷ എന്താണോ ആ ശിക്ഷയിൽ നിന്ന് ഒന്നും വിട്ടുകളയുന്നുകൊണ്ട് ഒരു കാരുണ്യവും നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതില്ല. കണ്ടോ, പൂർണ്ണമായി എന്നല്ല, അതിന്റെ ഒരു വശം പോലും, അല്ലാഹു ഏർപ്പെടുത്തിയ ശിക്ഷയുടെ ഒരു വശം പോലും ഉപേക്ഷിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് അലംഭാവം ഉണ്ടാകരുത്. തഫ്സീറുൽ ബൈളാവി എല്ലാ പള്ളി ദർസിലും ഓതി പഠിപ്പിക്കുന്ന വളരെ ചെറിയൊരു തഫ്സീറിന്റെ പുസ്തകമാണ് ഇമാം ബൈളാവിയുടെ തഫ്സീറുൽ ബൈളാവി. അതിലും ഇതേ കാര്യം സൂചിപ്പിച്ചത് കാണാം. അള്ളാഹുവിന്റെ ശിക്ഷയിലുള്ള കൽപ്പനയെ അനുസരിക്കുന്ന കാര്യത്തിൽ, ഹദ് നടപ്പിലാക്കുന്ന കാര്യത്തിൽ നിങ്ങൾ കാരുണ്യം കാണിക്കേണ്ടതില്ല. അങ്ങനെ വന്നാൽ നിങ്ങൾ ആ അള്ളാഹുവിന്റെ നിയമത്തെ നിങ്ങൾ ഉപേക്ഷിക്കും, എന്നിട്ട് ആ നിയമത്തിൽ നിങ്ങൾ അലംഭാവം കാണിക്കും. അത് പാടില്ല എന്നതുകൊണ്ടാണ് ഹദീസ് ഉദ്ധരിക്കുക അദ്ദേഹം, എന്റെ മകൾ കട്ടാലും എന്റെ മകൾ ഫാത്തിമയുടെ കൈ മുഹമ്മദാകുന്ന ഞാൻ മുറിക്കുക തന്നെ ചെയ്യും എന്ന് നബി പ്രഖ്യാപിച്ചത്. എന്റെ മകളായതുകൊണ്ട് ഒരു ആനുകൂല്യവുമില്ല. അള്ളാഹുവിന്റെ ദീനാണ്, അള്ളാഹുവിന്റെ വിധിയാണ്. അത് നടപ്പിലാക്കൽ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അള്ളാഹു നിയമമാക്കിയിട്ടുള്ള, കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് എന്ന് നബി പ്രഖ്യാപിച്ചത്. എന്റെ മകളായതുകൊണ്ട് വിട്ടുവീഴ്ച കൊടുക്കാൻ പാടില്ല. കോടതിയിലെത്തിയോ കേസ് സമർപ്പിക്കപ്പെട്ടോ എങ്കിൽ വിധി നടപ്പിലാക്കണം. ഇനി ആധുനികനായ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ പണ്ഡിതൻ ഇമാം സഅദി അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി, അദ്ദേഹത്തിന്റെ തഫ്സീർ സഅദി എന്നറിയപ്പെടുന്ന ഗ്രന്ഥത്തിൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് ഇതേ കാര്യമാണ്. അള്ളാഹുവിന്റെ ശിക്ഷ നടപ്പിലാക്കുന്നതിൽ നിന്ന് തടയുന്ന ഒരു വാത്സല്യവും ഒരു അലിവും ഒരു കൃപയും ഈ വ്യഭിചാരികളുടെ എന്ന് മാത്രമല്ല ഏതാൾക്കുള്ള ശിക്ഷയാണെങ്കിലും ശരി, കുറ്റവാളിക്കുള്ള ശിക്ഷയുടെ കാര്യത്തിൽ ഉണ്ടാകേണ്ടതില്ല. ആ അലിവ് പ്രകൃതിയാ ഉള്ളതായിരുന്നാലും ശരി, ഒരാൾക്ക് ചിലപ്പോൾ അങ്ങനത്തെ ശിക്ഷിക്കേണ്ടതില്ല എന്നുള്ളൊരു ജന്മസിദ്ധമായ ഒരു അലിവുള്ള, ഒന്നിനും ഒരു പ്രതികാര നടപടി ചെയ്യാത്ത ആളാണെങ്കിൽ പോലും, ഇനി അതല്ല കുടുംബബന്ധത്തിന്റെ പേരിലാണെങ്കിൽ ഭർത്താവാൻ, മകനാൻ, സഹോദരനാണ് അപ്പുറത്ത് എറിഞ്ഞു കൊല്ലപ്പെടുന്നത്, അങ്ങനെ രക്തബന്ധത്തിന്റെ പേരിൽ വേണ്ട. സ്വദാഖ, ഒരു മുസ്ലിയാരും ഒരു മുസ്ലിയാരും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ പേരിലും വേണ്ട. ഔഗൈറദാലി, അല്ലെങ്കിൽ മറ്റൊന്നിന്റെയും പേരിലും വേണ്ട. കാരണം വിശ്വാസമെന്നത് അള്ളാഹുവിന്റെ ശിക്ഷ നടപ്പിലാക്കുന്നതിൽ നിന്ന് തടയുന്ന, അലിവുണ്ടാകുന്നതിനെ ഇല്ലെന്ന് നിർബന്ധിക്കുന്ന കാര്യമാകുന്നു. അപ്പൊ വിശ്വാസത്തിന്റെ നിർബന്ധമാണ് ശിക്ഷ നടപ്പിലാക്കുന്നതിൽ
അലിവുണ്ടാകരുത് എന്നത്. അലിവുണ്ടായാൽ അത് വിശ്വാസത്തിനെതിരാകുന്നു. കാരണം അള്ളാഹു റഹ്മാനാൻ, റഹ്മത്തിന്റെ ഭാഗമാണ് മറ്റ് ആളുകൾക്ക് ജീവൻ കിട്ടാൻ വേണ്ടി അള്ളാഹു പ്രതികാര നടപടി നിശ്ചയിച്ചു എന്നത്. അതിൽ നമ്മൾ വല്ല നമ്മുടെ വകയായി വാത്സല്യം എന്ന നിലക്ക് അതിൽ അലംഭാവം വരുത്തിയാൽ അത് യഥാർത്ഥത്തിൽ കാരുണ്യമല്ല എന്നുകൂടി സഅദി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട, അറബിയിൽ എഴുതപ്പെട്ടതുള്ള സയ്യിദ് സാബിഖ് എന്ന് പറയുന്ന ഈജിപ്തിലെ ഒരു പണ്ഡിതൻ എഴുതിയിട്ടുള്ള പുസ്തകമാണ് ഫിഖ്ഹുസ് സുന്ന. കേരളത്തിലെ പ്രസിദ്ധീകരണാലയം അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതിന്റെ 2ാം വാള്യം 388 പേജ്. അള്ളാഹുവിന്റെ ശിക്ഷാ നിയമം നടപ്പിലാക്കുന്നതിന് ഇല്ലായ്മ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും അള്ളാഹുവിന്റെ നിയമത്തെ ഇല്ലാതാക്കലാണ്, അള്ളാഹുവിനോടുള്ള യുദ്ധമാണ്. കാരണം അങ്ങനെ അള്ളാഹു നിശ്ചയിച്ച ശിക്ഷ ഇല്ലാതാക്കുക എന്നത് നിഷിദ്ധമായ കാര്യത്തെ അംഗീകരിക്കലും ഷർറിനെ വ്യാപിപ്പിക്കലുമാകുന്നു. കാരണം എന്താ, അള്ള പറഞ്ഞല്ലോ ഷർറിനെ ഇല്ലാതാക്കാൻ, കൊലയെ ഇല്ലായ്മ ചെയ്യാൻ, ജീവൻ കിട്ടാനാണ് പ്രതികാര നടപടി. അപ്പൊ അത് നിർത്തലാക്കിയാൽ എന്താണ്ടാവുക? ഇവിടെ തിന്മ വ്യാപിക്കും, വ്യഭിചാരം വർദ്ധിക്കും, കളവ് വ്യാപിക്കും, കൊലപാതകം വ്യാപിക്കും. അപ്പോ തിന്മയെ അനുകൂലിക്കലും അതുപോലെ തന്നെ ഷർറിനെ പ്രചരിപ്പിക്കലുമാണ് അള്ളാഹു നിശ്ചയിച്ച ശിക്ഷയെ ഇല്ലാതാക്കുന്ന ഏതൊരു പ്രവൃത്തിയും. അപ്പൊ ഈ പറഞ്ഞ വാക്കിന് എതിരായ കാര്യങ്ങൾ ഇനി ആ പുസ്തകം പരിഭാഷപ്പെടുത്തിയ പ്രസിദ്ധീകരിച്ച ആളുകൾ പ്രചരിപ്പിച്ചാലും അള്ളാഹുവിന്റെ ദീനിനെതിരാണ്, ഈ പറഞ്ഞ ആളെ ഇതിനെതിരാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഉണ്ടായ ചില സംഭവങ്ങൾ പരിശോധിച്ചു നോക്കാം. ഇവിടെ ഇപ്പോ കൊല്ലപ്പെടാൻ കോടതി വിധിച്ച ഒരു സ്ത്രീയെ ജീവൻ രക്ഷിക്കാൻ അതൊരു മാനുഷികമായ നന്മയാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അതിൽ ഇടപെട്ടത് എന്നാണ് ചില ആളുകൾ പറയുന്നത്. അപ്പൊ കൊല്ലപ്പെട്ടവന്റെ കാര്യം, കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല, മയ്യത്തിനെ ബഹുമാനിക്കുക എന്നത് യുദ്ധക്കളത്തിൽ കൊല്ലപ്പെട്ട ശത്രുവിന്റെ കാര്യത്തിൽ പോലും ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള നിലപാടാണ്. കൊല്ലപ്പെട്ടവന്റെ ശരീരം പിന്നെ വെട്ടിമുറിക്കാൻ പാടില്ല, മൂക്ക് ചെത്താൻ പാടില്ല, ചെവിയരിയാൻ പാടില്ല, കണ്ണു ചൂലാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഇസ്ലാമിന്റെ ആ ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരുത്തനെ 110 കഷ്ണമാക്കിയെങ്കിൽ അവിടെ പിന്നെ എന്താണ് നന്മ? കൊല്ലപ്പെട്ടവന് അവന്റെ കുടുംബത്തിന് ന്യായമായ നീതി കിട്ടലാണോ നന്മ? അല്ല. ഈ ക്രൂരമായ കൊലപാതകം നടത്തിയത് ആരായിരുന്നാലും ശരി, അതിനൊരു മുസ്ലിം ആണെങ്കിൽ പോലും, ആ കൊലയാളി മുസ്ലിം ആണെങ്കിൽ പോലും അയാളെ വെറുതെ വിടലാണോ നന്മ? അല്ല. മഖ്സൂം ഗോത്രക്കാരിയായ ഖുറൈശികളിൽപ്പെട്ട ഒരു പെണ്ണ് കളവ് നടത്തി. ഹദീസാണ്, ബുഖാരി മുസ്ലിം ഇതിന്റെ മുത്തഫഖൻ അലൈഹി. ഈ കളവ് നടത്തിയപ്പോ ഖുറൈശികൾക്ക് ഭയങ്കര മാനക്കടായി, അവർക്കത് അസ്വസ്ഥതയുണ്ടാക്കി. ഹദീസുള്ള വാചകൻ. ഖുറൈശികൾ എന്ന് പറഞ്ഞാൽ തറവാടികളാണ്. നമ്മളെ കൂടത്തപ്പെട്ട ഒരു പെണ്ണ് കളവ് നടത്തിയല്ലോ, നബിന്റെ കോടതിയിലെത്തി, കൈമുറുക്കി ഉറപ്പാണ്. അപ്പോ മാനം കാക്കാൻ ഈ പെണ്ണിനെ രക്ഷപ്പെടുത്താൻ ആരാണ് നബിയോട് ശുപാർശ പറയാനുണ്ടാവുക? ഇവർ തമ്മിൽ ചർച്ച ചെയ്തു. അപ്പൊ അവർ കണ്ടെത്തി നബിയോട് ശുപാർശ പറയാൻ ധൈര്യം കാണിക്കാൻ ആർക്കും സാധ്യമല്ല, ഒരൊറ്റ ആളേ ഉള്ളൂ. അത് ഉസാമത്ത് ബിൻ സെയ്ദ് എന്ന് പറയുന്ന അന്ന് 18 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ. അയാൾ ആരാ? ഹിബ്ബു റസൂലില്ല, നബിയുടെ പ്രിയപ്പെട്ടവൻ എന്നറിയപ്പെട്ട സെയ്ദ് ബിൻ ഹാരിഥയുടെ പുത്രനായ ഹിബ്ബ്. രണ്ടാളും നബിയുടെ പ്രിയപ്പെട്ടവർ എന്നറിയപ്പെട്ടവരാണ്, ബാപ്പയും മോനും. ആ ഹിബ്ബ് റസൂലില്ലയായ ഉസാമയല്ലാതെ വേറെ ആരുമില്ല. അങ്ങനെ ഉസാമയോട് ഖുറൈശികൾ കാര്യം പറഞ്ഞു. ഉസാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്നിട്ട് ശുപാർശ നടത്തി, ഈ പെണ്ണിനെ ഒന്ന് ശിക്ഷയിൽ ഇളവ് കൊടുക്കണം. അപ്പൊ നബിന്റെ ചോദ്യം എന്താ? അതശ്ഫഉ ഫീ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാ, അല്ലാഹുവിന്റെ ശിക്ഷാ നിയമങ്ങളിൽപ്പെട്ട ഒരു നിയമത്തിന്റെ കാര്യത്തിലാണോ നീ എന്നോട് ശുപാർശ പറയാൻ വന്നത്? നബി പോറ്റി വളർത്തിയ ഈ ഹിബ്ബ് റസൂൽ എന്നറിയപ്പെട്ട ഉസാമയോട് നബിന്റെ ചോദ്യം എത്ര ഗൗരവമാണ്. ആരാണ് കളവ് നടത്തിയ പെണ്ണാരാ? നബിയുടെ കുടുംബമായ ഖുറൈശി പെണ്ണാണ്, എന്റെ ഗോത്രക്കാരിയാണ്. എന്നിട്ട് പോലും പിടിക്കപ്പെട്ട കേസിൽ കൈവട്ടാതെ വിടുന്ന പ്രശ്നമില്ല. ഈ ഗൗരവമായ ചോദ്യം ഉസാമയോട് ചോദിച്ചു. ഉസാമക്ക് ഒരു മറുപടി പിന്നെ പറയാനുണ്ടായില്ല. നബി എന്നാൽ പോലും അത് സ്വീകരിച്ചോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അവിടെ പ്രസംഗം നടത്തി. അല്ലയോ മനുഷ്യരെ, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ വഴിവെച്ചു പോയത്, ഉയർന്ന കുടുംബത്തിലോ ജാതിയിലോ പെട്ടവൻ കളവ് നടത്തിയാൽ അവന്റെ പേരിൽ ശിക്ഷ നടപ്പിലാക്കാതെ വിടുകയും കീഴ്ജാതിക്കാരൻ കളവ് നടത്തിയാൽ അവനിൽ ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ പിഴച്ചുപോയത്. ആ പിഴവ് നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. അള്ളാഹുവാണ് സത്യം എന്ന് നബി പറയാൻ, എന്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ ഫാത്തിമയുടെ കൈ മുഹമ്മദാകുന്ന വാപ്പയാകുന്ന നബിയായ ഞാൻ മുറിക്കുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ അറിയിച്ചു. ഇനി മേലിൽ ഈ ജാതി വർത്താനത്തിലാരും വരണ്ട. നന്മയുടെ മരമാകാൻ വരേണ്ടതില്ല, വ്യാജ അവകാശവാദവുമായി വരേണ്ടതില്ല. കോടതിയിലെത്തിയ ഒരു വിഷയം അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. ആര് ശുപാർശ പറഞ്ഞാലും ശരി, ശുപാർശ പറയാനേ വരേണ്ടതില്ല. അപ്പൊ നോക്കൂ, ഇതൊക്കെ പഠിപ്പിക്കപ്പെട്ട സമുദായത്തിന്റെ അനുയായികളാണ്. കൊലക്കുറ്റത്തിന് പ്രതിക്രിയയായി കൊല്ലാൻ വേണ്ടി വിധിക്കപ്പെട്ട പെണ്ണിന്റെ കാര്യത്തിൽ നന്മയുടെ മരമാകാൻ ശ്രമിക്കുന്നത് മതത്തിന്റെ ആളുകൾ എന്ന് പറയുന്നവർ പോലും മതത്തിന്റെ നിയമങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇനി മനസ്സിലാക്കിയോ മനസ്സിലാക്കാതെയോ ആളാകാനുള്ള ഒരു സന്ദർഭമായി അതിനെ ഉപയോഗപ്പെടുത്തിയതോ എന്തോ അല്ലാഹു അഅലം. ഇനി മറ്റൊരു
മറ്റൊരു ഹദീസ് നോക്കി ഇമാം അഹ്മദ് ഉദ്ധരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ഹാലത്ത് ശഫാഅത്തുഹു ദൂന ഹദ്ദിൻ മിൻ ഹുദൂദില്ലാ അല്ലാഹുവിന്റെ ശിക്ഷാ നടപടി അത് നടപ്പിലാക്കുന്നതിന്റെ മുന്നിൽ ഏതൊരുത്തന്റെ ശുപാർശ മറയിട്ടുവോ എങ്കിൽ ഫഖദ് ലാദല്ലാഹ് ആ മറയിടാൻ വേണ്ടി ശിക്ഷ പിൻവലിക്കാൻ വേണ്ടി ഇളവ് കൊടുക്കാൻ വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി ശുപാർശ നടത്തിയവൻ അള്ളാഹുവിനോട് എതിരിട്ടിരിക്കുന്നു. നേരത്തെ മുഹറമ എന്നാണ് അള്ളാഹുവിനെതിരായവനാണ്. അപ്പൊ എങ്ങനെ അള്ളാഹുവിനെതിരായവൻ എങ്ങനെ നന്മന്റെ പരമാവുക? ഈ ശുപാർശ പ്രകാരം കൊലക്കുറ്റത്തിന് പ്രതിക്രിയ ചെയ്യാൻ കൊല്ലാൻ വേണ്ടി വിധിക്കപ്പെട്ട പെണ്ണിന്റെ ശിക്ഷയിൽ ഇളവ് കിട്ടിയാൽ ആ ശുപാർശ നടത്തിയവൻ അള്ളാഹുവിനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇമാം അഹ്മദും അബൂദാവൂദും ഉദ്ധരിച്ച ഷെയ്ഖ് അൽബാനി സ്വഹീഹാണെന്ന് പറഞ്ഞ ഹദീസാണ്. ഇനി ഇമാം മാലിക് ഉദ്ധരിച്ച ഹദീസ് കാണാം. എന്താണത്? ഒരാൾ ഒരു കള്ളനെ പിടിച്ചു. ഈ പിടികൂടപ്പെട്ട കള്ളനെയുമായി അയാൾ ഭരണാധികാരി അടുക്കിലേക്ക് പോവാൻ. ഇയാൾ ഇന്നത് കട്ടിരിക്കുന്നു, ഇവന്റെ കാര്യത്തിൽ ശിക്ഷ നടപ്പിലാക്കണം. ഈ രണ്ടുപേരെയും സുബൈർ ഇബ്നുൽ അവ്വാം എന്ന് പറയുന്ന പ്രമുഖരായ സഹാബികളിൽ ഒരാൾ ആ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു കണ്ടു. അപ്പോ സുബൈർ ഇബ്നുൽ അവ്വാം ഈ കള്ളനെ പിടിച്ച് ഭരണാധികാരി അടുക്കിലേക്ക് ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ആളോട് സുബൈർ ചോദിച്ചു, അല്ല നിനക്ക് ഇവനൊന്ന് വെറുതെ വിട്ടുകൂടെ? ആര്? ഈ കള്ളനെ വെറുതെ വിട്ടുകൂടെ എന്ന് ആരുടേതാണോ മോഷ്ടിച്ചത് അയാളോട് പറയുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ അയാളെ വിട്ടയക്കൂല, ഞാൻ ഭരണാധികാരിയുടെ അടുക്കൽ ഇവനെ ഹാജരാക്കുക തന്നെ ചെയ്യും. അപ്പൊ സുബൈർ ഇബ്നുൽ അവ്വാം പറഞ്ഞ വാക്കുണ്ട്, ഇദാ ബലഗ്ത ബിഹി സുൽത്താൻ, നീ ഈ കള്ളനെയുമായി ഭരണാധികാരി അടുക്കൽ ചെന്നാൽ ഫലഅനല്ലാഹു ശാഫിഅ വൽ മുശഫ്ഫിഅ, ശുപാർശ പറഞ്ഞവനെയും ശുപാർശ സ്വീകരിച്ചവനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. രാജാവിന്റെ അടുക്കൽ എത്തിയതിനു ശേഷം ഇവന്റെ കൈവട്ടാതെ വിട്ടയക്കണം എന്ന് ശുപാർശ നടത്തിയാൽ അവൻ അള്ളാഹുവിന്റെ ശാപമുണ്ട്. ഭരണാധികാരി അത് സ്വീകരിച്ചാൽ ഭരണാധികാരിക്കും അള്ളാഹുവിന്റെ ശാപമുണ്ട്. ഇമാം മാലിക് അദ്ദേഹത്തിന്റെ മുവത്ത എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ വാചകമാണ്. ഇനി ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു. കേരളത്തിലെ പള്ളി ദർസുകളിലും സർവ്വ തരത്തിൽ ആളുകളുടെ പ്രതിഷ്ഠാളുകളും വിറ്റുകൊണ്ടിരിക്കുന്ന വളരെ ആധികാരികമായി പഠിപ്പിക്കപ്പെടുന്ന പുസ്തകം ഇമാം നവവി എഴുതിയിട്ടുള്ള ഷർഹുൽ മുഹദ്ദബ് എന്ന അൽ മജ്മൂ എന്ന പുസ്തകം ഇമാം നവവി എഴുതിയിട്ടുള്ളതാണ് അൽ മജ്മൂ. അതിൽ പറയുന്നത് ഭരണാധികാരിയുടെ അടുക്കൽ ശിക്ഷാവിധി സ്ഥിരപ്പെട്ടാൽ മാപ്പാക്കലോ ശുപാർശ പറയലോ അനുവദനീയമല്ല. ഇവിടെ ഇപ്പം എന്താണ്ടായത്? യമനിലെ കോടതി ജനായത്ത് ക്രിമിനൽ കോടതി അവിടെ കുറ്റം തെളിഞ്ഞു, കൊലയാളിയെ കൊല്ലണം എന്ന് വിധിച്ചു. എന്നാൽ പിന്നെ ശുപാർശ പറയാനും പാടില്ല, ശുപാർശ പറഞ്ഞാൽ തന്നെ ഭരണാധികാരി വിട്ടയക്കാനും പാടില്ല. ഷാഫി അതുപോലെ രണ്ടാമത്തെ പണ്ഡിതനായി അറിയപ്പെടുന്ന ആളാണ് ഇമാം നവവി. അദ്ദേഹത്തിന്റെ വാചകം എന്നിട്ട് നേരത്തെ പറഞ്ഞ ആ മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട പെണ്ണിന്റെ കൈവെട്ടുന്ന കാര്യത്തിൽ ശുപാർശ പറഞ്ഞ ഉസാമ റളിയല്ലാഹുവിനെ കുറിച്ച് ഹദീസ് ഉദ്ധരിക്കുന്നു. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹുവിന്റെ ഹദീസും ഇവിടെ തെളിവായി കൊടുക്കുന്നു. അതുപോലെ ഷാഫി മദ്ഹബിലെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് മിൻഹാജ്. ആ മിൻഹാജിന്റെ പല ശർഹുണ്ട്. അതിൽ അൻ-നജ്മുൽ വഹാജ് എന്ന് പറയുന്ന പുസ്തകം 9-ാം വാള്യം 235, മുഗ്നി ഇതെല്ലാവർക്കും അറിയുന്ന പുസ്തകമാണ്. മുഗ്നിൽ മുഹ്താജ് എന്നറിയപ്പെടുന്ന മിൻഹാജിന്റെ ശർഹ്, അത് 5-ാം വാള്യം 526-ാമത്തെ പേജ്. ഇതിലൊക്കെ പറയണ എന്താ? കോടതിയിലെത്തിക്കഴിഞ്ഞാൽ ഭരണാധികാരികളെത്തിയാൽ വിധി നടപ്പിലാക്കുക എന്നതല്ലാതെ മാപ്പാക്കാൻ പാടില്ല. ഇനി ശിക്ഷയിൽ ഇളവ് കൊടുക്കുന്നതും പാടില്ല. ഇവിടെയും നേരത്തെ പറഞ്ഞ ഹദീസ്, ലയനത്തിന്റെ മാലിക് ഉദ്ധരിച്ച ഹദീസ്, ബൈഹഖിയുടെ നേരത്തെ ഉദ്ധരിച്ച ഹദീസ്, ഈ ഹദീസുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ പറയാൻ ശുപാർശ പറ്റും. ശഫായത്ത് പറ്റിയും പറ്റാത്ത ശഫായത്തുണ്ട്. ഒരാൾ നിരപരാധിയെ ശിക്ഷിക്കരുത്, ശുപാർശ ചെയ്യാം, ഇയാൾ കുറ്റക്കാരനല്ല, ആൾ വിട്ടയക്കണം. ഇനി വേറെന്തെങ്കിലും കോടതിയിൽ എത്തുന്നതിന് മുമ്പ് പൊരുത്തൻ വേറെ കട്ടു, കള്ളനെ പിടിച്ചു എങ്കിൽ മോഷ്ടിക്കപ്പെട്ട വീട്ടുകാരനോട് നമുക്ക് പറയാം, അയാളെ വിട്ടേക്ക്, ഒന്നുമില്ലാത്തോണ്ട് കട്ടതാണ്, മാപ്പാക്കിയേക്ക് എന്ന് പറയാം. എപ്പോഴും കോടതിയിൽ എത്തുന്നതിന് മുമ്പ്. കോടതിയിലെത്തിയാൽ പിന്നെ അവിടെ ശുപാർശല്ല, ഇളവില്ല. അതാണ് ഇസ്ലാമിന്റെ നിയമം. എന്നിട്ട് പറയാൻ ശഫായത്ത് നടത്താം. എപ്പോഴും മാലം യകുൻ ഫീ ഹദ്ദിൻ, അള്ളാഹുവിന്റെ ശിക്ഷ, കുറ്റവാളിക്കുള്ള ശിക്ഷ നടപ്പിലാക്കുന്ന വിഷയമല്ലാത്തതിൽ ശുപാർശ പറ്റും. അതിലൊരു ശുപാർശയില്ല. ഇനി അതുപോലെ മറ്റൊരു പ്രസിദ്ധമായ പുസ്തകമാണ് തുഹ്ഫ. ഇതൊക്കെ പള്ളി ദർസയിൽ എന്തെങ്കിലും ബന്ധമുള്ള വയൽ കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഈ തുഹ്ഫ, അതുപോലെ തന്നെ ഹാസിയത്തുൽ ബുജൈരിമി, ഇത് വേറെ കിതാബാണ്. പിന്നെ ഹാസിയത്ത അൽയൂബി വ ഉമൈറ എന്ന് പറയുന്ന അമീറ എന്ന് പറയുന്ന വേറെ ഗ്രന്ഥം, രണ്ടാള് വിശദീകരിച്ച ഷർഹ് പുസ്തകം. അതുപോലെ തന്നെ അബൂ ശുജാ എന്ന് പറയുന്ന ഷാഫി അതുപോലെ വേറെ ഫിഖിന്റെ പുസ്തകമാണ്, അതിന്റെ ഷർഹാണ് അൽ-ഇത്നാ. ഈ പുസ്തകങ്ങളിലൊക്കെ ഒരേ വാചകം ആവർത്തിച്ചിരിക്കുന്നു. ഭരണാധികാരിയുടെ അടുക്കലെത്തുകയോ വിധി പറയുകയോ ചെയ്താൽ പിന്നെ അവിടെ പോയി
ശുപാർശ പറയാൻ നിൽക്കണ്ട. ശുപാർശ പറഞ്ഞാൽ ഭരണാധികാരിയോ ജഡ്ജിയോ നടപ്പിലാക്കുന്നവരോ ആ ശുപാർശ സ്വീകരിച്ച് ശിക്ഷയിൽ ഇളവ് കൊടുക്കേണ്ടതുമില്ല. ഇപ്പൊ ഖുർആൻ, ഹദീസ്, ശാഫി ഫിഖ്ഹുകൾ, പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങൾ, ഇതിലപ്പുറം എന്ത് വേണം? എന്നിട്ടാണ് ഇത് വലിയ ഒരു ആ ആളുകൾ തന്നെ ഇങ്ങനെ പല വീഡിയോകളും വോയിസുകളും ടെക്സ്റ്റുകളും നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 140 കോടി ആളുകൾ തുറിച്ചു നോക്കിയ ഒരു വ്യക്തി ആരാ? ഈ പെണ്ണിനെ വെറുതെ വിടണം എന്നാവശ്യപ്പെട്ടു. അപ്പൊ ഇതാണോ ഇസ്ലാം? അങ്ങനെയാണെങ്കിൽ കൊന്നവരെ കൊല്ലുക എന്നത് പ്രാകൃതമാണെന്ന് ഇപ്പറയുന്ന ആളുകൾക്ക് തോന്നുന്നുണ്ടോ? പറയാൻ പറ്റുമോ? ആണെങ്കിൽ അത് ഇസ്ലാമിനെ അവഹേളിക്കലാണ്, ഇസ്ലാമിന്റെ നിയമത്തെ അവഹേളിക്കലാണ്. അങ്ങനെയാണെങ്കിൽ വിദേശത്ത് കൊല്ലപ്പെട്ടു എന്നതിന്റെ പേരിലാണോ ഒരു ഹിന്ദുവായ ഒരാൾ ഇതിൽ കുറിപ്പ് വായിക്കാൻ സാധിച്ചു? കേരളത്തിൽ വലിയ വലിയ ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയ പ്രസിദ്ധമായ കുറെ കേസുകളുണ്ട്. പലതിന്റെയും പേരുകളൊക്കെ നമുക്കറിയാം, ഞാൻ പേരൊന്നും പറയില്ല. അതിന്റെ പേര് ശിക്ഷിക്കപ്പെട്ട ആളുകളുണ്ട്, ജയിലിൽ കഴിയുന്ന ആളുകളുണ്ട്. ഈ ആളുകളൊക്കെ വിചാരിക്കുന്നുണ്ടാകും ഞങ്ങളും കൊലപാതകം ചെയ്തത് ഗൾഫിൽ വെച്ചാണെങ്കിൽ ഈ ഒരു ആനുകൂല്യം ഞങ്ങൾക്കും കിട്ടുമായിരുന്നു. എന്താണ് നിങ്ങൾ അത് പറയാത്തത്? ഇനി ഇങ്ങനെ നന്മയുടെ മരങ്ങളാകാൻ ശ്രമിക്കുന്നവർ, ജയിലിൽ കഴിയുന്ന നിരപരാധികളായ വിചാരണ തടവുകാരായി പതിറ്റാണ്ടുകളായി ജയിലിൽ കിടക്കുന്ന നൂറുകണക്കിന് മനുഷ്യന്മാരുണ്ട്. അവരെ രക്ഷപ്പെടുത്താനല്ലേ ശ്രമം നടത്തേണ്ടത്? അവരുടെ കേസ് തീർപ്പാക്കാൻ, ജയിലിൽ കുടുങ്ങി കേസ് കൊടുക്കാൻ, കേസ് വാദിക്കാൻ വഴിയില്ലാതെ, അതിനുവേണ്ടി പണം ചെലവഴിക്കാൻ വഴിയില്ലാതെ ജയിലിൽ കിടക്കുന്ന, തന്റെ ന്യായം സമർപ്പിക്കാൻ യാതൊരു ഗതിയുമില്ലാത്ത, കേസ് അതിന് പണമില്ലാത്ത, നിയമമറിയാത്ത എത്രയോ മനുഷ്യന്മാർക്കുണ്ട്. അവർക്ക് നിയമപരമായ സഹായം നൽകുക, സാമ്പത്തികമായ സഹായം നൽകുക, ഇതൊക്കെയാണ് യഥാർത്ഥ നന്മയുടെ മരങ്ങളാകാൻ ശ്രമിക്കുന്നവർ ചെയ്യേണ്ടത്. ഇത് ആരായിരുന്നാലും ശരി, ഇതിനുവേണ്ടി വാദിക്കുന്നവരും ക്യാമ്പയിൻ നടത്തുന്നവരും, അതൊരു വ്യക്തിയെന്ന് മാത്രമല്ല ഒരുപാട് ആളുകൾ തെറ്റിദ്ധാരുണ്ട്. ഈ ആളുകളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത്തരം ആളുകൾക്ക് വേണ്ടി ശുപാർശ പറയാനും സഹായിക്കാനുമാണ്. അതാണ് നന്മ. അള്ളാഹു നിർബന്ധമാക്കി അല്ലെങ്കിൽ വിധിച്ചു കഴിഞ്ഞ ഒരു വിധി ഇളവ് ചെയ്യാൻ പോകുന്നത് ഇസ്ലാമിക ദൃഷ്ട്യാ അള്ളാഹുവിന്റെ കൽപ്പന ലംഘിക്കലാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വഅദ്ദല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ്, തആഫൗ അൽ ഹുദൂദ ഫീമാ ബൈനകും, ശിക്ഷാ നിയമങ്ങളിൽ നിങ്ങൾക്കിടയിൽ മാപ്പാക്കുക. അപ്പൊ എപ്പോഴാ? കോടതിയിൽ പോയിട്ടല്ല, ഭരണാധികാരിയുടെ അടുക്കൽ എത്തിയിട്ടല്ല, വിധി പ്രസ്താവിച്ചതിന് ശേഷമല്ല. നേരത്തെ പറഞ്ഞ പോലെ കട്ടവനും കളവ് പോയ വ്യക്തിയും അവർക്കിടയിൽ സുൽഹുണ്ടാക്കാം, വിട്ടുവീഴ്ചയാക്കാം. അപ്പൊ നിങ്ങൾക്കിടയിലാണ് മാപ്പാക്കേണ്ടത്, കോടതിയിൽ എത്തിയിട്ടല്ല മാപ്പ്. ഫമാ ബലഗനി എന്ന് നബി പറയാൻ, എന്റെ അടുക്കൽ മിൻ ഹദ്ദിൻ, ശിക്ഷാ വിഷയത്തിൽപ്പെട്ട ഹദ് എന്ന് പറഞ്ഞാൽ തന്നെ ശിക്ഷ മറ എന്നർത്ഥം, തിന്മയെ തടയുന്ന കാര്യം. ആ തിന്മയെ തടയാനുള്ള കാര്യം എന്താ? ചെയ്തവനെ ശിക്ഷിക്കുക, അപ്പൊ തിന്മക്ക് തടവുണ്ടാവും. പിന്നെ കണക്കാക്കുക എന്നുണ്ട്, അള്ള കണക്കാക്കിയ ശിക്ഷയാണ്. രണ്ട് നിലക്കും രണ്ടർത്ഥത്തിനുണ്ട് ഹദ്, രണ്ടർത്ഥത്തിലും ശരിയാണ്. അപ്പൊ ആ ഒരു വിഷയം എന്റെ അടുക്കൽ എത്തിയാൽ ഫഖദ് വജബ. നബി പറയാൻ, എന്റെ അടുക്കൽ വിഷയം എത്തിയാൽ ഫഖദ് വജബ, ശിക്ഷ നടപ്പിലാക്കൽ നിർബന്ധമായി. പിന്നെ മാപ്പില്ല, പിന്നെ ശുപാർശ സ്വീകരിക്കലില്ല, വിട്ടുവീഴ്ചയില്ല. ഇനി ഒരാൾക്ക് അവകാശിക്ക് തന്നെ അയാളുടെ കോടതിയിലെത്തിയാൽ കേസ് കൊടുത്ത ആൾക്ക് തന്നെ മാപ്പാക്കാൻ പോലും ആവശ്യപ്പെടാൻ വകുപ്പില്ല. കേസ് കൊടുത്ത ആള് കോടതി വിധിയായപ്പോ അയാൾക്ക് തോന്നാണ് വേണ്ടല്ല, അയാൾ വെറുതെ വിട്ടേക്കൂ എന്ന് പറയുന്നത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തിട്ടുണ്ട്. ഒരു ഹദീസ് കാണാം, സഫ്വാൻ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പള്ളിയിൽ കിടന്നുറങ്ങുമ്പോ അയാൾക്ക് തലക്ക് വെച്ച ഒരു പട്ടോ അല്ലെങ്കിൽ രോമം കൊണ്ടോ അത് മറ്റു വല്ലത് കൊണ്ടോ നിർമ്മിക്കപ്പെട്ട വരകളുള്ള ഒരു വസ്ത്രം, അത് തലക്ക് വെച്ചിട്ട് തലയനാക്കിയിട്ട് അദ്ദേഹം കിടക്കുന്നത്. ഇയാൾ ഉറങ്ങുമ്പോ ഇതിന് ആകെയുള്ള വില 30 ദിർഹമാണ്. 30 ദിർഹം വിലയുള്ള, വെള്ളി നാണയം വിലയുള്ള ഇദ്ദേഹത്തിന്റെ വസ്ത്രം എന്ത് ചെയ്തു? ഒരുത്ത മെല്ലെ ദൂരി കട്ടുകൊണ്ടുപോയി, ഇഖ്തലസാൻ മെല്ലെ വലിച്ചൂരിക്കൊണ്ടുപോയി. അങ്ങനെ കള്ളനെ പിടിച്ചു. ഈ കള്ളനെ നബിന്റെ അടുക്കൽ ഹാജരാക്കിയപ്പോ 30 ദിർഹം വിലയുള്ള ഈ വസ്ത്രം കട്ടവന്റെ കൈ മുറിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അപ്പൊ നബിയോട് ശുപാർശ പറയാൻ ആരാ ശുപാർശ പറയുന്നത്? ഈ പുതപ്പിന്റെ വസ്ത്രത്തിന്റെ ഉടമ സഫ്വാൻ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കാൻ, അതഖതഉഹു മിൻ അജ്ലി 30 ദിർഹമൻ, 30 ദിർഹം വിലയുള്ള ഈ വസ്ത്രത്തിന്റെ കാര്യത്തിലാണോ നബിയെ അയാളുടെ കൈകൾ മുറിക്കുന്നത്? അപ്പോ ഈ വസ്ത്രത്തിന്റെ ഉടമസ്ഥനും നബിയുടെ അടുക്കൽ കേസ് കൊടുത്തവനുമായ വ്യക്തിക്ക് പോലും ഒരു അലിവ് തോന്നി, എന്റെ ഒരു 30 ദിർഹം വിലയുള്ള ഒരു പഴയ വസ്ത്രം കട്ടയിന് കൈമുറിക്കുന്നത് വേണ്ടല്ലോ, അയാളൊന്ന് വിട്ടയച്ചുകൂടെ? എന്നിട്ട് ഇയാൾ പറയാൻ നബിനോട്, അന അബീഉഹു, ഈ കട്ട പുതപ്പ് ഞാൻ കള്ളന് വിൽക്കാം. എന്നിട്ട് ഓന്റെ പൈസ അല്ലെങ്കിൽ ഇപ്പൊ തരണ്ട, ഞാൻ അവധി കൊടുക്കാം, വിലക്ക് പുതപ്പ് കള്ളന് വിൽക്കുക. എന്നിട്ട് കള്ളന്റെ അടുക്കൽ പൈസ ഉണ്ടാകുമ്പോ എനിക്ക് പൈസ തന്നാ മതി. അങ്ങനെയെങ്കിലും എന്റെ കൈമുറിക്കുന്നത് ഒഴിവാക്കണം. അപ്പോ ഇന്നിപ്പോ ക്യാമ്പയിൻ നടത്തുന്ന ആളുകളുടെ വാദപ്രകാരം ഈ സഫ്വാൻ അയാൾതാണ് പുതപ്പ്, അയാൾതാണ് കട്ടത്, അയാളാണ് നബിയോട് ശുപാർശ ചെയ്യുന്നത്. ഓ, എന്തൊരു നന്മയുടെ മരം, എത്ര വീഡിയോ ഇറക്കാൻ വകുപ്പുണ്ട്. പക്ഷേ നബി അദ്ദേഹത്തോട്
അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം ഫഹല്ല കാന ഹാദാ ഖബ്ല അൻ തഅതിയനി ബി, ഈ കള്ളനെ എന്റെ അടുക്കൽ കൊണ്ടുവരുന്നതിന് മുമ്പായി കൂടായിരുന്നോ ഇത് കട്ടിലെ എനിക്ക് ആ മാപ്പര ഒന്നും തരണ്ടേക്ക് പോയിക്കോ, അല്ലെങ്കിൽ എനിക്ക് ഞാൻ 10 ദിർഹമനോ 30 ദിർഹമനോ വിറ്റു, എനിക്ക് പൈസ തന്നോ, ഞാൻ എന്നെ നബിന്റെ അടുക്കൽ ഹാജരാക്കുന്നില്ല, നിന്റെ അടുക്കൽ ഹാജരാക്കുന്ന നബി അവിടുത്തെ കാളിയാൻ, നബി അവിടുത്തെ ഭരണാധികാരിയാൻ, നബി ശിക്ഷ നടപ്പിലാക്കേണ്ട ആളാൻ, ഹാക്കിമാൻ. ആ നബിയുടെ അടുക്കൽ കൊണ്ടുവരുന്നതിന് മുമ്പ് ചെയ്തുകൂടായിരുന്നോ? എന്റെ അടുക്കൽ എത്തിയാൽ പിന്നെ അതൊന്നുമില്ല, എത്തിയാൽ പിന്നെ വിട്ടയക്കലില്ല, ശിക്ഷ നടപ്പിലാക്കും, കാരണം അള്ളാന്റെ ഹുക്മാണ്, ഒരു റൗഫത്തിൽ പാടില്ല എന്ന്. ഇത് അബൂദാവൂദ്, ഇബ്നു മാജ, നസായി ഒക്കെ ഉദ്ധരിച്ചിട്ട് ഷെയ്ഖ് അൽബാനി ഇർവാൽ ഉദ്ധരിച്ച് കാണുന്നത് സ്വഹീഹാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സഹോദരന്മാരെ, ഇതാണ് ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ നിയമം എന്ന് പറയും. ഇനിയും ചില വശങ്ങളുണ്ട്. ഒരാൾക്ക് ശിക്ഷ എപ്പോഴാണ് മാപ്പാക്കപ്പെടുക, എന്തുകൊണ്ടൊക്കെയാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ ഈ ഒരു കാര്യം മാത്രം വിശദീകരിച്ചു. ഇതൊരു സാന്ദർഭികമായ വിഷയം എന്നതിലപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ ഇസ്ലാമിന്റെ യഥാർത്ഥ നിയമം എന്താണ് ഇസ്ലാം നന്മയായി കാണുന്നത്, ഇസ്ലാം പഠിപ്പിച്ചതാണോ അല്ല അതിനപ്പുറത്തുള്ളതാണോ, നമ്മൾ എന്തിനെ പിന്തുണക്കണം. അതോടൊപ്പം കട്ടവനും കൊന്നവനും വ്യഭിചരിച്ചവനും ഇങ്ങനെ പലർക്കും പല രീതിയിലുള്ള ശിക്ഷകൾ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. അത്തരം തിന്മകൾ ചെയ്താൽ, നമ്മളും ചെയ്യാൻ പാടില്ല, ചെയ്താൽ നമ്മളും ഈ ശിക്ഷക്ക് അർഹരാണ്. ഇത് ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും നമ്മളൊരു ഇസ്ലാമിക രാജ്യത്താണ് ജീവിക്കുന്നതെങ്കിൽ കട്ടാൽ എന്റെ കൈ മുറിക്കപ്പെടും. ഞാൻ വ്യഭിചരിച്ചാൽ കല്യാണം കഴിക്കാത്തവനോ കല്യാണം കഴിക്കാത്തവളാണെങ്കിൽ 100 അടി കിട്ടും, തോല് പൊളിയും, രക്തം വരും, അടിച്ചെടുത്ത് വീണ്ടും അടി കിട്ടും, ചോര തെറിക്കും. ഇനി അല്ലെങ്കിൽ എന്നെ നിർത്തി ചാവുന്നത് വരെ, മരിക്കുന്നത് വരെ എന്നെ എറിഞ്ഞിട്ട് കൊല്ലും, മരിക്കുമ്പോഴേ ഏറി നിർത്തുള്ളൂ, കൊന്നാൽ എന്നെ കൊല്ലും. അതിന്റെ ഒക്കെ പുറമെ പരലോകത്ത് ശിക്ഷയുണ്ടാവും, അള്ളാഹു തൗബ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ. ഓരോ തിന്മന്റെയും തോതനുസരിച്ച് ഈ ഒരു ബോധം ഉണ്ടാകാൻ, തിന്മയിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കേണ്ടവരാണ് എന്ന ബോധ്യത്തിനു വേണ്ടി അങ്ങനെയുള്ള തഖ്വ, തിന്മയെ തടയുവാൻ, തിന്മയിൽ നിന്ന് പ്രൊട്ടക്ഷൻ സ്വീകരിക്കുവാൻ